നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നിട്ട് നീ അവരുടെ കയ്യിൽ ഗണ്ണ് കണ്ടോ? കണ്ടില്ലെന്ന് പറഞ്ഞ അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല. എടാ കണ്ടോന്ന്? ആ കണ്ടു. എന്റെ 2 കണ്ണും കൊണ്ട് കണ്ടു. എന്റെ ദൈവമേ, സദ്യ ഗംഭീരാകണം. എന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മണികണ്ഠനോട് ഇപ്പൊ തന്നെ വിളിച്ചറിയിച്ചേക്കാം. മാഡം ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. നന്ദി തിരുമേനി. അങ്ങനെ ആവട്ടെ. ദിവസങ്ങൾ ഓരോന്ന് കഴിയുന്തോറും അവൻ അമ്മാവനുമായിട്ട് മാക്സിമം കയറിയും ഒട്ടുവാണല്ലോ. അമ്മാവനെ, സുകുമാരൻ സാറിനെ, പാർട്ടി പ്രവർത്തകരെ എല്ലാവരെയും അവൻ ഒരുപോലെ അങ്ങ് സൂചിപ്പിക്കുക. ഇങ്ങനെ പോയ ഇലക്ഷന് മുമ്പായി തന്നെ അവൻ നൈസായിട്ട് ഈ കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ അവകാശിയാവും. രാഷ്ട്രീയത്തില് അമ്മാവന്റെ പിൻഗാമിയാവും. എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അവര് വരുന്നു. പ്രതിമോളെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല ചെറിയമ്മേ. വർമ്മ സാർ ഉറങ്ങിയോ? ഉറങ്ങി. കത്തി റെഡിയല്ലേ? റെഡിയാ. കത്തിയോ? അമ്മാവന് ഉറങ്ങിയോന്ന് ചോദിക്കുന്നു, കത്തി റെഡിയാണോന്ന് ചോദിക്കുന്നു. ഇതെന്താ ഇവരുടെ പരിപാടി? ഇനി അമ്മാവനെങ്ങനെ തട്ടാൻ പോവാണോ? ചെറിയമ്മേ, ആർക്കും ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഇല്ല മോളെ, എനിക്കുറപ്പാ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? നമ്മൾ തീരുമാനം എടുത്തില്ലേ മോളെ? ഇനി പ്രശ്നമാവുന്നൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി ഇവര് അമ്മയെ കൊല്ലാനെങ്ങാനാണോ പ്ലാൻ ചെയ്യുന്നത്? ദൈവമേ, മൊത്തത്തിൽ എല്ലാത്തിനും ഒരു പേടിയും പിടപെടപ്പും കള്ളലക്ഷണവും. ഉറപ്പാ ഇത് മർഡർ തന്നെ. ശരി, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് സംസാരിക്കണ്ട. അംബിക മേടോ ദീപൊക്കെ എങ്ങനും കണ്ട ആകെ കുഴപ്പമാവും. പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല. നമുക്കിന്നലെ ശേഖരൻ സാറിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യാം. സമയമാകുമ്പോ വർമ്മ സാറിന്റെ റൂമിലോട്ട് പോവാം. യാമിനി മേഡം റൂം തട്ടണം. ആദ്യം ഞാൻ പൊട്ടിക്കും, പിന്നെ ശേഖരൻ സാറ് പൊട്ടിക്കണം. ഓക്കെ അല്ലേ? ശരി രാജു. അപ്പൊ കത്തി മാത്രല്ല, പൊട്ടിക്കാനുള്ള തോക്കും കരുതിയിട്ടുണ്ടല്ലേ? അല്ല, തോക്കുള്ളപ്പോ എന്തിനാ കത്തി? വെടിവെച്ചിട്ട് ചത്തില്ലെങ്കിൽ അമ്മാവനെ കുത്തി കൊല്ലാനായിരിക്കും പ്ലാൻ. എന്നാലും ഇവരെന്തിനാ അമ്മാവനെ? എന്തായാലും അമ്മയെ അറിയിക്കാം. അമ്മാവന്റെ രക്ഷകനാകാനെങ്ങാനും പറ്റിയ പിന്നെ രാജു ഔട്ട്, ദീപക്ക്. വാ പോവാം. പതുക്കെ. എടാ നിനക്കെന്താ ഭ്രാന്തായോ? പിച്ചും പെയ്യും ഒക്കെ. എടാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ പൊന്നമ്മേ, ഞാൻ പറഞ്ഞ സത്യ. ഞാൻ എന്റെ 2 ചെവിയും കൊണ്ട് കേട്ടതാ. എന്നിട്ട് നീ അവരുടെ കയ്യിൽ ഗണ്ണ് കണ്ടോ? കണ്ടില്ലെന്ന് പറഞ്ഞ അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല. എടാ കണ്ടോന്ന്? ആ കണ്ടു. എന്റെ 2 കണ്ണും കൊണ്ട് കണ്ടു. എന്റെ ദൈവമേ. എടാ എന്നാ അവരെ തടയണം. പ്രതാപൻ ഒരാളെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷെ പ്രതാപന്റെ സ്ഥാനത്തേക്ക് അവള് ആ ഋതിക വളർന്ന പിന്നെ അവള് നമ്മളെ പറ്റുന്ന പോലെ ഒക്കെ ഉപദ്രവിക്കും. അവള് മുറിവേറ്റ പാമ്പാ. നീ വാ. അമ്മേ വാ, വേഗം വാ. ഒന്നും കൂടെ കേറ്. പ്രതാപ അമ്മേ കുറച്ചുകൂടെ ഉറക്കെ വിളിക്കേ. മിണ്ടാതിരിക്കടാ. ഇങ്ങനെ വിളിച്ച അടുത്ത് നിൽക്കുന്ന ഞാൻ പോലും കേൾക്കില്ല. പ്രതാപ അമ്മ ഉറക്കെ വിളിക്കേ. പ്രതാപ വാതിൽ തുറക്ക്. എന്താ ചേച്ചി, എന്താ ഈ രാത്രിയില്? പ്രതാപ പതുക്കെ. എന്ത് പറ്റി? ഒരു പ്രശ്നമുണ്ട് മോനെ. നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നീ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നവരെല്ലാം നിന്നെ ചതിക്കുമായിരുന്നു.
ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നേ? അയ്യോ ദേ, പോണങ്ങോട്ട് പോണ്. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു. ചേട്ടാ കേക്ക് കിട്ടിയ സമയം വാ. വരൂ. അയ്യേ, അപ്പൊ ഇതായിരുന്നു കത്തി. ഋതുമോളെ ചേട്ടൻ മധുരം കൊടുക്കും മോളെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ചേച്ചി എന്താ പറയാമെന്ന്? ഏ ആ, എന്തോ ആരോ ചതിച്ചെന്നോ മറ്റോ? അത് ഞാൻ എന്താ ചേച്ചി? സർപ്രൈസ്. നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള സർപ്രൈസ്. ആദ്യം നിന്നെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതി. അത് ശരി. ഇതൊക്കെ ചേച്ചിയുടെ അറിഞ്ഞ മനസ്സായിരുന്നോ? ഏ അല്ല, ഇതൊക്കെ അറേഞ്ച് ചെയ്ത ഋതുമോളാ. അതെ, എല്ലാം അറേഞ്ച് ചെയ്തത് ഋതുമോളാ. ഞാൻ ഇതിന്റെ ഒപ്പം കൂടിയേ ഉള്ളൂ. ചേച്ചിയുടെ ഒരു കാര്യം. ആ, താങ്ക് യു. എന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒരു സർപ്രൈസ് കൂടി. പിറന്നാൾ ആഘോഷമാക്കിയ നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്റെ നന്ദി. ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. മാഡത്തിനുള്ള കോംപ്ലിമെന്റാ. എനിക്ക് കോംപ്ലിമെന്റ് ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ട? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.